യെസ്, നമുക്ക് ഇനി നോക്കാൻ പറ്റുന്ന അടുത്ത ടോപ്പിക് തെർമൽ എക്സ്പാൻഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ കൂടുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഹീറ്റ് ചെയ്ത ടെമ്പറേച്ചർ കൂടുന്നു. ആ ടെമ്പറേച്ചർ കൂടുന്നതിനൊപ്പം തന്നെ അതിന്റെ ലെങ്തിലോ ഏരിയയിലോ വോള്യത്തിലോ ഒക്കെ എന്ത് സംഭവിക്കും മക്കളെ? ഇൻക്രീസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ് വിളിക്കണേ. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആ ബോഡിയുടെ ലെങ്തിലോ ഏരിയയിലോ വോള്യത്തിലോ എന്തുണ്ടാവും മക്കളെ? ചേഞ്ച് ഉണ്ടാവും. അതാണ് തെർമൽ എക്സ്പാൻഷൻ. അതിൽ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മക്കളെ ലീനിയർ എക്സ്പാൻഷൻ ആണ്. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എന്താ? ലീനിയർ എക്സ്പാൻഷൻ. ആ പേരിൽ തന്നെയുണ്ട് ലീനിയർ ഇസ് എ വേർഡ് റിലേറ്റഡ് ടു ലെങ്ത്. ലീനിയർ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ലെങ്തുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. ലെങ്തുമായി ബന്ധപ്പെട്ട വാക്കാണ് ലീനിയർ. അപ്പൊ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്പാൻഷൻ നടക്കുക ലെങ്തിലാണ് എക്സ്പാൻഷൻ നടക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ ആദ്യം ഒരു ചെറിയൊരു വയർ ഉണ്ടെന്ന് വിചാരിക്കാം. വയർ ഈ വയറിന്റെ ഇനീഷ്യൽ ലെങ്ത് എന്താണെന്ന് വിചാരിക്കുക? L ആണെന്ന് വിചാരിക്കുക. ഈ വയറിനെ ഞാൻ ഹീറ്റ് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്തു. അതിന്റെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്തു ഹീറ്റ് ചെയ്തിട്ട്. അപ്പൊ ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അതിന്റെ ലെങ്ത് എന്ത് സംഭവിക്കും മക്കളെ? കുറച്ച് ഇൻക്രീസ് ആവും. ഈ ഇൻക്രീസ് ചെയ്ത ലെങ്ത്തിന് നമുക്ക് ഡെൽറ്റ എൽ എന്ന് കൊടുക്കാം. അപ്പൊ ഡെൽറ്റ എൽ ആണ് ഇൻക്രീസ് ചെയ്ത ലെങ്ത്, എൽ ആണ് ഒറിജിനൽ ലെങ്ത്. അപ്പൊ മക്കളെ ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ ആൽഫ എൽ ഡെൽറ്റ ടി. ആൽഫ എൽ ഡെൽറ്റ ടി. സോ ചേഞ്ച് ഇൻ ലെങ്ത്, ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ് ഡെൽറ്റ എൽ കേട്ടോ. ഇതൊക്കെ നമുക്കറിയാം. Increase in length ആണ് ഡെൽറ്റ എൽ. So increase in length is equal to alpha. What is alpha? Coefficient of linear expansion. അറിയാലോ? Coefficient of linear expansion. L എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ഒറിജിനൽ ലെങ്ത്. ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ എന്താ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോ ഒരു ചെറിയൊരു വയർ എടുത്തിട്ട് ആ വയറിന്റെ ഇനീഷ്യൽ ലെങ്ത് എത്രയാ? L ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തിട്ട് അവിടുത്തെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കുറച്ച് ഇൻക്രീസ് ആവും. ആ കുറച്ച് ഇൻക്രീസ് ആവുന്ന ലെങ്തിനെ നമ്മൾ ഡെൽറ്റ എന്ന് കൊടുക്കാം. ഡെൽറ്റ എൽ ഈക്വൽ ടു ആൽഫ ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ ടി. എൽ ഈസ് ഒറിജിനൽ ലെങ്ത് ഓർ ഇനീഷ്യൽ ലെങ്ത്. Delta T is such an increase in temperature. Alpha is the coefficient of linear expansion. So what is the new length? പുതിയ ലെങ്ത് എന്തായിട്ടുണ്ടാവും മക്കളെ? പുതിയ ലെങ്ത് ഈക്വൽ ടു മക്കളെ, പുതിയ ലെങ്ത് എന്ന് പറയുമ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽ അല്ലെ? എൽ ഓൾറെഡി ഉണ്ട്, പിന്നെ ഡെൽറ്റ എൽ കൂടിയിട്ടുണ്ട്. അപ്പോ പുതിയ ലെങ്ത് എന്ന് പറയുമ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ്. ദാറ്റ് ഈസ് എൽ പ്ലസ് ഡെൽറ്റ എല്ലിന് പകരം എന്ത് കൊടുക്കാം? ആൽഫ എൽ ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. അതിലെ എല്ല് പുറത്തേക്ക് എടുത്ത 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി ഈസ് എ ന്യൂ ലെങ്ത്. So new length is equal to L into 1 plus alpha delta t എന്ന് നമുക്ക് കിട്ടും മക്കളെ. അതിലെ ആൽഫ ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ എഴുതാം. ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ആൽഫ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. അതിന് ഡെൽറ്റ എല്ലും എല്ലും യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ മക്കളെ ആൽഫയുടെ യൂണിറ്റിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഡെൽറ്റ എല്ലിന്റെ യൂണിറ്റ് വെട്ടി പോകും. ബാക്കി എന്താ വരിക? ഡെൽറ്റ ടി വരിക 1 ബൈ കെൽവിൻ ആണ് നമ്മുടെ ആൽഫയുടെ യൂണിറ്റ് വരിക. സോ ആൽഫയുടെ യൂണിറ്റ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ യൂണിറ്റ് 1 ബൈ കെൽവിൻ ആണ്. ഇതേ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം മക്കളെ. ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി എന്ന് എഴുതാം. വാട്ട് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ദാറ്റ് ഈസ് റിലേറ്റീവ് ചേഞ്ച് ഇൻ ലെങ്ത്. റിലേറ്റീവ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ത് വരും മക്കളെ? റിലേറ്റീവ് ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ എൽ ബൈ എൽ ആണ് റിലേറ്റീവ് ചേഞ്ച് ഇൻ ലെങ്ത്. സോ റിലേറ്റീവ് ചേഞ്ച് ഇൻ ലെങ്ത് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു 100 ചെയ്ത പെർസെന്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അറിഞ്ഞിരിക്കുക. പെർസെന്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇൻറ്റു 100 ചെയ്യുക. ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു 100 ചെയ്താൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലീനിയർ എക്സ്പാൻഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ ലെങ്ത് കൂടുന്നു എന്നുള്ള കാര്യം ഓർമ്മിച്ചു വെക്കാം. ക്ലിയർ ആയില്ലേ മക്കളെ? ഇത് നോട്ട് ചെയ്തോളൂ. യെസ്, ഇനി നമുക്ക് അടുത്തത് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ പറയാം. സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ബ്രാക്കറ്റിൽ ഏരിയ ആടാ. ഏരിയൽ എക്സ്പാൻഷൻ അതായത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു മക്കളെ? ഒരു പ്ലേറ്റ് എടുത്തിരിക്കുന്നു. പ്ലേറ്റ് ഭക്ഷണം കഴിക്കണം അല്ല കേട്ടോ, ഒരു പ്ലേറ്റ്, ഒരു ഷീറ്റ് എടുത്തിരിക്കുന്നു. അതിന്റെ ഏരിയ എ ആണ് എന്ന് വിചാരിക്കുക. ഇനീഷ്യൽ ഏരിയ എ ആണ്. ഞാൻ അതിന് എന്ത് ചെയ്യുന്നു മക്കളെ? ഹീറ്റ് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി കൂട്ടുന്നു. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി കൂടുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? അതിന്റെ ഏരിയ അതിനൊപ്പം തന്നെ എന്ത് ചെയ്യും മക്കളെ? എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ നമ്മളൊരു ഷീറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ലെങ്തിനല്ല റോള്, ഏരിയക്കാണ് റോൾ എന്ന് മനസ്സിലാക്കാം. ഷീറ്റ് എടുക്കുന്ന സമയത്ത് ലെങ്തിനല്ല ഏരിയക്കാണ് റോള്. അപ്പൊ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? കൂടുന്നു. സോ ദ ഇൻക്രീസ് ഇൻ ഏരിയ ഡെൽറ്റ എ
increase in area equal to initial area into change in temperature into coefficient of superficial expansion beta. Alpha കഴിഞ്ഞു ഇനി beta. So delta A equal to what is beta? Coefficient of superficial expansion. മക്കളെ superficial എന്ന് പറഞ്ഞാൽ ഏരിയ എന്നർത്ഥം കേട്ടോ. Superficial expansion beta into delta T, change in temperature. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. Change in temperature എന്ന് പറയുമ്പോൾ initial area. അപ്പോ initial area into change in temperature into coefficient of superficial expansion ആണ് ഡെൽറ്റ എ എന്ന് പറയുന്നത്. മക്കളെ ന്യൂ ഏരിയ എന്ന് പറയുന്നത് ആലോചിച്ച് പറ, പുതിയ ഏരിയ എന്ന് പറയുന്നത് പഴയ ഏരിയ ഓൾറെഡി എ ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ ഒരു ഡെൽറ്റ എ കൂടുന്നുണ്ട്. അപ്പൊ പുതിയ ഏരിയ എന്ന് പറയുമ്പോൾ എ പ്ലസ് ഡെൽറ്റ എ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബീറ്റ എ ഡെൽറ്റ ടി എന്ന് വരും. സോ ദ ന്യൂ ഏരിയ ഈക്വൽ ടു നമുക്ക് എ പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് ബീറ്റ ഡെൽറ്റ ടി എന്ന് വരും. എ പുറത്തേക്ക് എടുത്താൽ മക്കളെ പഴയ ഏരിയ 1 പ്ലസ് ബീറ്റ ഡെൽറ്റ ടി ആണ് നമ്മുടെ പുതിയ ഡിസ്കിന്റെ ഏരിയ വിത്ത് ഇൻക്രീസ് കൂടി അടക്കം കേട്ടോ. 1 പ്ലസ് ബീറ്റ ഡെൽറ്റ ടി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് മക്കളെ ബീറ്റ ഡെൽറ്റ ടി ആണ്. സോ ദിസ് ഈസ് ദ റിലേറ്റീവ് ചേഞ്ച് ഇൻ ഏരിയ. അതാണ് റിലേറ്റീവ് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുമ്പോൾ ബീറ്റ ഡെൽറ്റ ടി. മക്കളെ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെന്റേജ് ചേഞ്ച് കിട്ടും. മക്കളെ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ ഈക്വൽ ടു ബീറ്റ ഡെൽറ്റ ടി ഇൻറ്റു 100 എന്ന് കിട്ടും. ബീറ്റയുടെ യൂണിറ്റും നേരത്തെ പറഞ്ഞ പോലെ 1/Kelvin തന്നെയാണ് കേട്ടോ. ബീറ്റയുടെ യൂണിറ്റും നേരത്തെ പറഞ്ഞ പോലെ 1/Kelvin തന്നെയാണ്. അപ്പൊ ആകെ വ്യത്യാസം ആൽഫ പോയി ഇവിടെ എന്ത് വരും മക്കളെ, ബീറ്റ വരും, ലെങ്ത്തിന് പകരം ഏരിയ വരും, അത്ര വ്യത്യാസം. യെസ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കുള്ളത് ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ആ പേരിൽ തന്നെയുണ്ട് മക്കളെ. ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോള്യത്തിന്റെ എക്സ്പാൻഷൻ ആണ് കേട്ടോ. അതായത് നമ്മളൊരു വോള്യം ഉണ്ടെന്ന് വിചാരിക്കുക. വോള്യം മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ ക്യൂബ് ആണ് മക്കളെ. യെസ്, ഇതൊരു വോള്യം ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഹീറ്റ് ചെയ്ത്. അപ്പൊ ഇനീഷ്യൽ വോള്യം ബി ആണ്. അതിന് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അവിടെ ഡെൽറ്റ ടിയുടെ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ വരുത്തുകയാണ്. ചൂടാക്കിയിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി കൂട്ടുന്നു. അപ്പൊ അതിന്റെ വോള്യം മക്കളെ കൂടും. ഡെൽറ്റ വി ഈക്വൽ ടു ഇൻക്രീസ് ഇൻ വോള്യം. ഡെൽറ്റ വി ഈക്വൽ ടു ഗാമ. മക്കളെ ആൽഫ കഴിഞ്ഞ് ബീറ്റ കഴിഞ്ഞ് ആരാ, ഗാമ ഇൻറ്റു ഇനീഷ്യൽ വോള്യം ഇൻറ്റു ഡെൽറ്റ ടി. ഇങ്ങനെയാണ് ഇക്വേഷൻ. അപ്പോ മക്കളെ ലെങ്ത്തിന് പകരം ഏരിയക്ക് പകരം വോള്യം എന്ന് എഴുതി കേട്ടോ. ആൽഫയ്ക്ക് പകരം ബീറ്റയ്ക്ക് പകരം ഗാമ എന്ന് എഴുതുന്നു. സോ ഡെൽറ്റ വി ഈക്വൽ ടു ഗാമ ഇൻറ്റു വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും. സോ വാട്ട് ഇസ് എ ന്യൂ വോള്യം? ന്യൂ വോള്യം എന്ന് പറയുമ്പോൾ പഴയ വോള്യം പ്ലസ് ഡെൽറ്റ വി ഇൻക്രീസിംഗ് വോള്യം ദാറ്റ് ഈസ് ഈക്വൽ ടു പഴയ വോള്യം പ്ലസ് ഗാമ വി ഡെൽറ്റ ടി എന്ന് വരും. അതിൽ നമുക്ക് വി കോമൺ ആയി പുറത്തെടുത്താൽ 1 പ്ലസ് ഗാമ ഡെൽറ്റ ടി ഇസ് ദ ന്യൂ വോള്യം ഓഫ് ദിസ് ബോഡി. ക്ലിയർ അല്ലേ? ന്യൂ വോള്യം ഓഫ് ദിസ് ബോഡി ആൻഡ് ഡെൽറ്റ വി ബൈ വി എന്ന് പറയുമ്പോൾ ഗാമ ഡെൽറ്റ ടി. ഒരേ ഫോർമാറ്റ് ഓഫ് ഇക്വേഷൻസ് കേട്ടോ. റിലേറ്റീവ് ചേഞ്ച് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഡെൽറ്റ ടി. പെർസെന്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു ഗാമ ഡെൽറ്റ ടി ഇൻറ്റു മക്കളെ 100 വരും. ആൻഡ് വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ഗാമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/Kelvin ആണ്. യെസ്, പഴയ സാധനം തന്നെയാണ്. അപ്പൊ ലെങ്ത് കഴിഞ്ഞു, ഏരിയ കഴിഞ്ഞു, വോള്യം കഴിഞ്ഞു, ആൽഫ ബീറ്റ ഗാമ കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻസ് കേട്ടോ. റൈറ്റ്, നോട്ട് ചെയ്തോളൂ മക്കളെ. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഫ ബീറ്റ ഗാമ? യെസ് മക്കളെ, ആൽഫ ബീറ്റ ഗാമ നമ്മളെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് 1:2:3. ആൽഫ ഇസ് ടു ബീറ്റ ഇസ് ടു ഗാമ ഈക്വൽ ടു 1:2:3 എന്ന് പറയുമ്പോൾ ബീറ്റ ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ആൽഫയാണ്. അപ്പൊ ആൽഫ തന്നിട്ട് നമുക്ക് ആവശ്യം ബീറ്റയാണെന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാവാറുണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം ബീറ്റയാണ്, പക്ഷെ അവർ ആൽഫ തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2 ടൈംസ് ഓഫ് ആൽഫ ചെയ്താൽ നമുക്ക് ബീറ്റ കിട്ടും. ഗാമ ഈക്വൽ ടു 3 ടൈംസ് ഓഫ് ആൽഫ. ഗാമ ഈക്വൽ ടു 3 ടൈംസ് ഓഫ് ആൽഫ ചെയ്താൽ മതി കേട്ടോ. And gamma equal to gamma in beta നമ്മുടെ റിലേഷൻ എന്താ മക്കളെ, beta by 2 into 3. Gamma equal to 3 beta by 2. Gamma equal to 3 beta by 2. Gamma equal to 3 alpha. ഇപ്പൊ നമ്മളോട് ക്യൂബിക്കൽ എക്സ്പാൻഷനെ കുറിച്ച് ചോദ്യം ഉണ്ടാവുക മക്കളെ. ക്യൂബിക്കൽ എക്സ്പാൻഷനെ കുറിച്ച് ചോദ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഗാമയാണ്, പക്ഷെ അവർ തന്നിരിക്കുന്നത് ആൽഫ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ഇൻറ്റു 3 ചെയ്താൽ ഗാമ കിട്ടും കേട്ടോ. ഇൻറ്റു 3 ചെയ്താൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഗാമ കിട്ടും. സോ ആൽഫയും ബീറ്റയും ഗാമയും നമ്മുടെ റിലേഷൻ 1:2:3 ആണ്. യെസ്, ഇനി ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് 2-3 വേറെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചിന്തിക്കാണ്ട്. നോക്കൂ, ഇതൊരു ഷീറ്റാണ് കേട്ടോ. ഇതൊരു ഷീറ്റാണെന്ന് വിചാരിക്കാം. ഈ ഷീറ്റില് 2 ഓട്ടകളുണ്ട് കേട്ടോ, 2 ഹോൾസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഹോൾസിന്റെ റേഡിയസ് R1 ആണ്, സെക്കൻഡ് ഹോളിന്റെ റേഡിയസ് R2 ആണ്. ഈ 2
സർക്കിളിന്റെ പെരിഫറി നമ്മളുടെ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇതിനെ മക്കളെ ഞാൻ ഹീറ്റ് ചെയ്യുന്നു. ഈ ഷീറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ ഈ സർക്കിളിന്റെ റേഡിയസിന് എന്ത് സംഭവിക്കും? ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ സർക്കിളിന്റെ റേഡിയസിന് എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഷീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യും മക്കളെ. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സർക്കിളിന്റെ റേഡിയസിന് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയസ് ഓൾസോ എക്സ്പാൻഡ്, അല്ലെങ്കിൽ റേഡിയസ് ഈസ് ഇൻക്രീസസ്. റേഡിയസ് ഇൻക്രീസസ്. അപ്പൊ ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഷീറ്റിലുള്ള ഹോൾസ് ഉണ്ട്, ഓട്ടകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഷീറ്റിനെ എന്ത് ചെയ്യുമ്പോൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും മക്കളെ? ആ ഷീറ്റിനുള്ളിലുള്ള ഓട്ടകളുടെ സൈസും എന്ത് ചെയ്യുന്ന പറഞ്ഞേ? കൂടി വരുന്നതാണ് പറയണേ കേട്ടാ. ശ്രദ്ധിക്കണേ, കൂടി വരുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: R1 ന്യൂ റേഡിയസ് ഈക്വൽ ടു ന്യൂ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഹോൾ. നമ്മളെ ഫസ്റ്റ് ഹോളിന്റെ പുതിയ റേഡിയസ് ഈക്വൽ ടു പഴയ ഫസ്റ്റ് ഹോളിന്റെ റേഡിയസ് R1 × 1 + ആൽഫ ഡെൽറ്റ ടി. ബട്ട് ലീനിയർ എക്സ്പാൻഷൻ അതേ സാധനം തന്നെ, കാരണം റേഡിയസ് ലെങ്ത് ആണല്ലോ, അപ്പൊ ലീനിയർ എക്സ്പാൻഷൻ അതേ ഇക്വേഷൻ. വാട്ട് ഇസ് ന്യൂ റേഡിയസ് ഓഫ് സെക്കൻഡ് ഹോൾ? രണ്ടാമത്തെ ഹോളിന്റെ പുതിയ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹോളിന്റെ ഇനീഷ്യൽ റേഡിയസ് +1 + ആൽഫ ഡെൽറ്റ ടി. അപ്പോ രണ്ട് ഹോളിന്റെ റേഡിയസ് കൂടുക ചെയ്യുക. അപ്പൊ രണ്ട് ഹോളിന്റെ റേഡിയസ് കൂടുമ്പോൾ ഈ എക്സ് എന്താ ചെയ്യാ മക്കളെ? എക്സ് എന്താ ചെയ്യാ? കുറയുന്നതാണ് നിങ്ങൾക്ക് തോന്നുക. പക്ഷെ അവിടെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് മക്കളെ, എക്സ് എന്ത് ചെയ്യാണ്? കൂടാണ് ചെയ്യണേ കേട്ടോ. അപ്പൊ എല്ലാം കൂടുകയാണ് ചെയ്യണേ. അപ്പൊ ഒരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളിന്റെ വലിപ്പം എന്താ ചെയ്യാ മക്കളെ? കൂടാണ് ചെയ്യുക. ഒരു ഷീറ്റുമേ നമ്മളൊരു ഹോൾ അടിച്ചിട്ട് ഹീറ്റ് കൊടുത്തിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി കൂട്ടിക്കഴിഞ്ഞാൽ ആ ഹോൾസിന്റെ സൈസ് എന്ത് ചെയ്യും മക്കളെ? കൂടി വരും. റേഡിയസുകളുടെ ഇക്വേഷൻ ഒക്കെ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നോട്ട് ചെയ്യാം. ക്ലിയർ ആയോ? യെസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ട് സ്പിയർ എടുത്തുട്ടോ മക്കളെ, ഒരേ റേഡിയസ് ഉള്ള രണ്ട് സ്പിയർ എടുത്തു. പക്ഷെ ഒരെണ്ണം ഹോളോ ആണ്, ഒരെണ്ണം സോളിഡ് ആണ്. ഒരെണ്ണം സോളിഡ് സ്പിയർ ആണ്, ഒരെണ്ണം ഹോളോ സ്പിയർ ആണ്. രണ്ടും ഒരേ റേഡിയസ് ആണ്. ഓക്കെ, ആൻഡ് they are given delta T temperature difference. നമ്മളൊരു ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഡിഫറൻസ് രണ്ടുപേർക്കും കൊടുക്കുന്നു കേട്ടോ. ഈക്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സ്പാൻഷൻ, ആ ബോഡി എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു ഫാക്ടർ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് അല്ലെ. നമ്മൾ എല്ലാ ഇക്വേഷനിലും ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം എക്സ്പാൻഡ് ചെയ്യണേ. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് രണ്ടുപേർക്കും സെയിം ആയി കൊടുത്ത കാരണം കൊണ്ട് they expand with the same. They expand എങ്ങനെ ചെയ്യുന്നത്? രണ്ടുപേരും എന്ത് ചെയ്യുന്നത് മക്കളെ? എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ രണ്ടുപേരുടെ എക്സ്പാൻഷൻ എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും കേട്ടോ. വിത്ത് ദ സെയിം റേറ്റ് എക്സ്പാൻഡ് സെയിം. അപ്പൊ ഒരേ ഡെൽറ്റ ടി ആണ്, ഒരേ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് രണ്ടുപേർക്കും, സോളിഡ് ആയാലും ഹോളോ ആയാലും കേട്ടോ. ഇപ്പൊ സോളിഡ് ആയ ഹോളോ ആയതിന്റെ പേരിലൊന്നും എന്തില്ല, എക്സ്പാൻഷനിൽ മാറ്റം വരില്ല. സോളിഡ് ആയിട്ടുള്ള സ്പിയർ ആണെങ്കിലും ഹോളോ സ്പിയർ ആണെങ്കിലും ഒരേ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർ ഒരേപോലെയാണ് എക്സ്പാൻഡ് ചെയ്യുക. അതേസമയം ഇത് സോളിഡ് ആയിട്ടുള്ള ഒരു സ്പിയർ ആണെന്ന് വിചാരിക്കുക, ഇത് ഹോളോ ആയിട്ടുള്ള ഒരു സ്പിയർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് സെയിം ഹീറ്റ് ആണ് മക്കളെ, ശ്രദ്ധിക്കട്ടോ, സെയിം ഹീറ്റ് ആണ് കൊടുക്കുന്നത്. ഇവിടെ സെയിം ടെമ്പറേച്ചർ കൊടുത്തത്, ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ? സെയിം ഹീറ്റ് കൊടുക്കുന്നു. അപ്പൊ ഒരേ ഹീറ്റ് ആണ് കൊടുക്കണേ. പക്ഷെ നമുക്കറിയാം ഇതിന്റെ ഉള്ളിൽ മെറ്റീരിയൽ കൂടുതലാണ്, കാരണം ഇത് സോളിഡാ അല്ലെ, ഇത് സോളിഡാണ്, അതിന്റെ ഉള്ളിൽ മെറ്റീരിയൽ കൂടുതലാണ്. ഇത് ഹോളോ ആണ്, മെറ്റീരിയൽ കുറവാണ്. ഒരേ ഹീറ്റ് ആണ് ഇവർക്ക് കൊടുക്കണേ. അപ്പൊ ഇവന് ഒരേ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇവൻ അധികം മെറ്റീരിയൽ ഇല്ല, കാരണം ഉള്ളിൽ പൊള്ളയായതുകൊണ്ട് ഇവന്റെ ഡെൽറ്റ ടി കൂടുതലായിരിക്കും. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പെട്ടെന്ന് വരുത്താൻ പറ്റും, കാരണം അവന് നന്നായിട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവും. കാരണം എന്താ? അത്രമാത്രം മാസ് അവനില്ല കേടാ. ഇവന്റെ മാസ് വളരെ കുറവാണ്, കാരണം ഇവന്റെ ഹോള്. ഇവന്റെ മാസ് ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ഈ ഫുള്ള് മാസ് ചൂടായി വരണം. ഇവിടെ അധികം മാസ് ഉണ്ടോ? ഇല്ല. ഇവിടെ അധികം മാസ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇവൻ ചൂട് പിടിക്കും. അപ്പൊ ഇവന്റെ ഡെൽറ്റ ടി എന്തായിരിക്കും മക്കളെ? കൂടുതലായിരിക്കും. അപ്പൊ ഹോളോസ്പിയറിന്റെ എക്സ്പാൻഷൻ എന്ത് ചെയ്യും മക്കളെ? ഹോളോസ്പിയറിന്റെ എക്സ്പാൻഷൻ ആരെക്കാൾ കൂടുതലായിരിക്കും? സോളിഡ് സ്പിയറിന്റെ എക്സ്പാൻഷനേക്കാൾ കൂടുതലായിരിക്കും, പ്രൊവൈഡഡ് ദേ ആർ ഗിവൺ സെയിം ഹീറ്റ്. ഇഫ് ദേ ആർ ഗിവൺ സെയിം ഡെൽറ്റ ടി, രണ്ടുപേരും ഈക്വൽ റേറ്റ് ആണ്, ഈക്വൽ ആയിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ സെയിം ഹീറ്റ് കൊടുക്കുമ്പോൾ ഡെൽറ്റ ടി ഇവനാണ് കൂടുക, കാരണം ഇവനിലെ കണ്ടമാനം മാസ് ഇല്ല കേട്ടാ, കുറച്ച് മാസം ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് ഹീറ്റ്. റൈറ്റ്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? ഒന്ന് നോട്ട് ചെയ്യാം മക്കളെ. നമുക്ക് ഇനി അടുത്തതായിട്ട് തെർമൽ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. തെർമൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരു റോഡ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു റോഡ്, ആ റോഡിന്റെ രണ്ട് എൻഡുകൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക.
അതായത് അവരെ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കാതെ എന്ത് ചെയ്ത് വെക്കുക, ഫിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കാതെ ആ രണ്ട് എൻഡുകൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്തിട്ട് ഒരു ഡെൽറ്റ ടിയുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കിയാൽ നമ്മളിവിടെ ഒരു ഡെൽറ്റ ടി ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു ഹീറ്റ് ചെയ്തിട്ട്. അപ്പൊ ഡെൽറ്റ ടി ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തപ്പോൾ എന്ത് സംഭവിക്കും മക്കളെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും അല്ലെ. നമ്മൾ പഠിപ്പിച്ചതാണ് തെർമൽ എക്സ്പാൻഷൻ. അപ്പൊ നമ്മളവിടെ ഡെൽറ്റ ടി ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ, ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം വരും, പക്ഷെ ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, രണ്ട് സ്ഥലം ഫിക്സ്ഡ് ആണ്. അപ്പൊ രണ്ട് സ്ഥലം ഫിക്സ്ഡ് ആയതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് അവരുടെ ഉള്ളിൽ ഒരു സ്ട്രെസ് ഫോം ചെയ്യും. ആ സ്ട്രെസ് ആണ് സ്ട്രെസ്, തെർമൽ സ്ട്രെസ്. അപ്പൊ തെർമൽ സ്ട്രെസ് ഫോം ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അപ്പൊ രണ്ട് സ്ഥലത്ത് ഫിക്സ്ഡ് ആക്കി വെച്ച് നമ്മളൊരു ഡെൽറ്റ ടി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു തെർമൽ സ്ട്രെസ് ഫോം ചെയ്യും കേട്ടോ. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എത്രയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. നമ്മളിത് ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ ഇക്വേഷൻ എഴുതുന്നു. എൽ ആൽഫ ഡെൽറ്റ ടി ആണ് ഇക്വേഷൻ അല്ലെ. എൽ ആൽഫ ഡെൽറ്റ ടി അതിൽ എല്ലാവരും എടുത്ത് എന്ത് വരും മക്കളെ, ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി. ഇതാണ് സ്ട്രെയിൻ, ഇതാണ് സ്ട്രെയിൻ. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സ്ട്രെയിൻ ആണ് ആൽഫ ഡെൽറ്റ ടി കിട്ടിയത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ, നമ്മുടെ ഹുക്സ് ലോ പ്രകാരം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് അല്ലെ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ്. അപ്പോ സ്ട്രെസ് ഈക്വൽ ടു വൈ ഇൻറ്റു സ്ട്രെയിൻ എന്നാണ് വരിക മക്കളെ. വൈ ഇൻറ്റു സ്ട്രെയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു സ്ട്രെയിൻ എത്രയാ, ആൽഫ ഡെൽറ്റ ടി. സോ വൈ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി അതാണ് നമ്മുടെ ഏത് സ്ട്രെസ്, തെർമൽ സ്ട്രെസ്. അപ്പൊ തെർമൽ സ്ട്രെസിന്റെ ഇക്വേഷൻ കിട്ടുന്നു മക്കളെ. തെർമൽ സ്ട്രെസ് ഒക്കെ ചോദിക്കാട്ടോ, വൈ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് അവർ തെർമൽ സ്ട്രെസ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ തെർമൽ സ്ട്രെസ് ഉണ്ടാവണമെങ്കിൽ രണ്ട് എൻഡിൽ എന്താണ് മക്കളെ, ഫിക്സ്ഡ് ആവണം. അതായത് അവരെ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കരുത് കേട്ടോ. അപ്പൊ എന്നിട്ട് അവിടെ ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും, അവരൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരും, പക്ഷെ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുള്ളിൽ ഒരു സ്ട്രെസ് ഉണ്ടാവും. അതാണ് എന്ത് മക്കളെ, തെർമൽ സ്ട്രെസ് വൈ ആൽഫ ഡെൽറ്റ ടി. യെസ്, നോട്ട് ചെയ്തോളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി. വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനനുസരിച്ച് ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കേട്ടോ. ടെമ്പറേച്ചർ അനുസരിച്ച് ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ വളരെ സിമ്പിൾ ആണ് മക്കളെ. ഡെൻസിറ്റി അറ്റ് ടി ഡിഗ്രി സെൽഷ്യസ്, ടി ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാവുന്ന ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി അറ്റ് 0 ഡിഗ്രി ബൈ 1 പ്ലസ് ആൽഫ ടി. ടി എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, ഡെൽറ്റ ടി എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കേട്ടോ. ഇതാണ് മക്കളെ വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി വിത്ത് ടെമ്പറേച്ചർ. അപ്പൊ ഏത് ടെമ്പറേച്ചറിലെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 0 ഡിഗ്രിയിലെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ 1 പ്ലസ് ഗാമ. ഗാമ എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഗാമ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പറയുമ്പോൾ ടി മൈനസ് 0 കേട്ടോ. 0 നിന്ന് ഈ ടിയുടെ ഉള്ള വ്യത്യാസം, അതാണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞത്. ഇതാണ് മക്കളെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം മക്കളെ, ഡെൻസിറ്റി rho 0 into 1 plus gamma delta t all raised to -1 അല്ലെ. ഇത് മോളിൽ എടുക്കുമ്പോൾ all raised to -1 ഉണ്ടാവും. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബൈനോമിയൽ എക്സ്പാൻഷൻ പ്രകാരം ഡെൻസിറ്റി അറ്റ് 0 ഡിഗ്രി ഇൻറ്റു 1. ബൈനോമിയൽ എക്സ്പാൻഷൻ പ്രകാരം നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് ടൈം അതേപോലെ ഇറക്കി എഴുതി, സെക്കൻഡ് ടൈമിനെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ സെക്കൻഡ് ടൈം ഗാമ ഡെൽറ്റ ടി ആണ്, അതിന്റെ പവർ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത മൈനസ് ഗാമ ഡെൽറ്റ ടി. ഇങ്ങനെ റിലേഷൻ കിട്ടും. സോ ഡെൻസിറ്റി അറ്റ് ടി ഡിഗ്രി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി അറ്റ് 0 ഡിഗ്രി ഇൻറ്റു 1 മൈനസ് ഗാമ ഡെൽറ്റ ടി. അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യാം മക്കളെ, നോട്ട് ചെയ്ത് വെക്കുക. യെസ്, ഓക്കെ. അപ്പൊ വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി കഴിഞ്ഞു വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. ഇനി നമുക്കുള്ളത് എക്സ്പാൻഷൻ ഓഫ് മീറ്റർ സ്കെയിൽ. എക്സ്പാൻഷൻ ഓഫ് മീറ്റർ സ്കെയിൽ. മീറ്റർ സ്കെയിലിന്റെ എക്സ്പാൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മീറ്റർ സ്കെയിലാണ്. അപ്പോൾ സാധാരണ സ്റ്റീലിന്റെ മീറ്റർ സ്കെയിലൊക്കെ നമ്മൾ കണ്ടുണ്ടാവും. ഈ തുണിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റീലിന്റെ മീറ്റർ സ്കെയിലുകൾ ഉണ്ടാവും. അപ്പൊ ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഈ മീറ്റർ സ്കെയിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. മീറ്റർ സ്കെയിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ആ മീറ്റർ സ്കെയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ മീറ്റർ സ്കെയിൽ മെഷർ ചെയ്യുന്ന ലെങ്ത്തുകളൊക്കെ പിന്നെ തെറ്റാൻ നോക്കും അല്ലെ മക്കളെ. ലെങ്ത്തുകളൊക്കെ എന്ത് ചെയ്യാൻ നോക്കും മക്കളെ, തെറ്റാൻ നോക്കും. ആ കാര്യം അറിയാലോ. അപ്പോൾ നമുക്ക് മീറ്റർ സ്കെയിൽ നമുക്ക് റീഡ് ചെയ്ത് തരുന്ന വാല്യൂസ് ഒന്നും കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കില്ല.
ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കില്ല. അപ്പോ ടെമ്പറേച്ചർ കൂടുന്ന കാരണമുണ്ട്, മീറ്റർ സ്കെയിൽ എന്ത് ചെയ്യുന്ന കാരണമുണ്ട് മക്കളെ, എക്സ്പാൻഷൻ നടക്കുന്ന കാരണമുണ്ട്. മീറ്റർ സ്കെയിലുകൾ കൊണ്ടെടുക്കുന്ന റീഡിംഗ് ഒന്നും ആക്ച്വൽ റീഡിംഗ് ആയിരിക്കില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇക്വേഷൻ മാത്രം. സോ ആക്ച്വൽ റീഡിംഗ് ഈസ് ഈക്വൽ ടു, ശരിയായിട്ട് റീഡിംഗ് ഈസ് ഈക്വൽ ടു മെഷേർഡ് റീഡിംഗ്, അതായത് മീറ്റർ സ്കെയിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന റീഡിംഗ് ഇൻറ്റു 1 + α ΔT. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത് വെച്ചിട്ട് ചോദ്യം ഉണ്ടാവട്ടെ. അപ്പൊ ഒരു മീറ്റർ സ്കെയിൽ മെഷർ ചെയ്യുന്ന റീഡിംഗ്, മെഷർ ചെയ്ത് തരുന്ന റീഡിംഗ് എത്രയാണോ അത് ഇൻറ്റു 1 + α ΔT ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ, ശരിക്കുമുള്ള അതിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ ആക്ച്വൽ റീഡിംഗ് ഈസ് ഈക്വൽ ടു മെഷേർഡ് റീഡിംഗ് ഫ്രം ദ മീറ്റർ സ്കെയിൽ ഇൻറ്റു 1 + α ΔT. ആൽഫ എന്താ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്നുള്ള കാര്യം മക്കളെ ശ്രദ്ധിച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ കൂടി എന്ത് ചെയ്യാം മക്കളെ, നോട്ട് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. നമ്മൾ കേട്ടിട്ടുണ്ടാവും അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ, വാട്ടറിന്റെ വൃത്തികെട്ട സ്വഭാവം എന്നാണ് നമുക്ക് പറയുന്നത്. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. സാധാരണ രീതിയിലുള്ള എല്ലാ ബോഡികളും ടെമ്പറേച്ചർ കൂടുമ്പോൾ വോള്യൂം എക്സ്പാൻഡ് ചെയ്യുക, ഐ മീൻ വോള്യൂം കൂടാണ് ചെയ്യുക. അപ്പൊ സാധാരണയുള്ള ബോഡികളുടെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക മക്കളെ, വോള്യൂം എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ വെള്ളത്തിന്റെ കേസിൽ അതിൽ ചെറിയൊരു അപവാദം ഉണ്ട്. അതാണ് അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇപ്പോ ഇത് വോള്യൂം ആണെന്ന് വിചാരിക്കുക, വൈ ആക്സില്, ഇത് ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോ 0 ഡിഗ്രി നമുക്ക് സ്റ്റാർട്ട് ചെയ്തു മക്കളെ. 0 ഡിഗ്രിയില് വെള്ളത്തിന്റെ വോള്യൂം ഇവിടെയാണ്, വോള്യൂം ഇവിടെയാണെന്ന് വിചാരിക്കുക. അത് 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, 4 ഡിഗ്രി, 5, 6, 7, 8 ഇങ്ങനെ പോകുന്തോറും ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ആദ്യം വോള്യൂം എന്താ ചെയ്യുക മക്കളെ, കുറയാണ് ചെയ്യുക. കണ്ടാ വോള്യൂം ഇങ്ങനെ കുറഞ്ഞ് പിന്നെ കൂടും. അപ്പൊ ഏറ്റവും മിനിമം വോള്യൂം നമുക്ക് കിട്ടുന്നത് ഏത് ഡിഗ്രിയിലാണെന്ന് അറിയോ, 4 ഡിഗ്രിയിലാണ്. അപ്പൊ at 4 ഡിഗ്രി സെൽഷ്യസ് മിനിമം വോള്യൂം ആണ് ആർക്കുണ്ടാവുക മക്കളെ, വെള്ളത്തിനുണ്ടാവുക. മിനിമം വോള്യൂം എന്ന് പറയുമ്പോൾ എന്താ, മാക്സിമം ഡെൻസിറ്റി. സോ മാക്സിമം ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര ഡിഗ്രിയിലാണ് മക്കളെ, 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോ നമ്മൾ 0-ൽ നിന്ന് ചൂടാക്കി വരുമ്പോ, 0-ൽ നിന്ന് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി വരുമ്പോ വോള്യൂം കുറയുന്നു. സാധാരണ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ ചെയ്യണ്ടേ, സാധാരണ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോള്യൂം കൂടാ ചെയ്യണ്ടേ. ഇവിടെ നിന്ന് 0-ൽ നിന്ന് നമ്മൾ ഇതിനെ കൂട്ടി വരുമ്പോ വോള്യൂം കുറയുന്ന പ്രോപ്പർട്ടി കാണിക്കുന്നു. അതാണ് അനോമലസ് ബിഹേവിയർ. അങ്ങനെ 4 ഡിഗ്രിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ, 4 ഡിഗ്രിയിൽ എത്തുമ്പോൾ ഏറ്റവും മിനിമം വോള്യാണ് കേട്ടോ. അപ്പൊ വെള്ളത്തിന്റെ ഏറ്റവും മിനിമം വോള്യം എത്ര ഡിഗ്രിയിലാണ് മക്കളെ, 4 ഡിഗ്രിയിലാണ്. ഈ പ്രോപ്പർട്ടിനെ നമ്മൾ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് വിളിക്കുക. അക്വാറ്റിക് ആനിമൽസ് ജീവിക്കാനുള്ള കാരണം, അക്വാറ്റിക് ആനിമൽസിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അനോമലസ് ബിഹേവിയർ. കാരണം 4 ഡിഗ്രിയിലുള്ള വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും, അവർ താഴേക്ക് വന്ന് അടിയും. അപ്പൊ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഐസ് പിടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ, ഇപ്പൊ ജലാശയങ്ങളിൽ, ഇപ്പൊ നമ്മളൊക്കെ അറിയാം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഐസ് പിടിക്കും തണുപ്പ് കാലത്ത്. ആ ഐസ് മുകളിൽ നിന്ന് പിടിച്ചുവല്ലോ, താഴ്ന്ന് പിടിച്ചു വരില്ല. കാരണം താഴെ എപ്പോഴും വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിലാണ് അക്വാറ്റിക് ആനിമൽസ് ജീവിക്കുക. അപ്പോ അതിനുള്ള കാരണം ഇതിന്റെ അനോമലസ് ബിഹേവിയർ ആണ്. അപ്പൊ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കാം, 4 ഡിഗ്രിയില് വെള്ളത്തിന്റെ വോള്യൂം ഏറ്റവും മിനിമം. അതിൽ നിന്ന് കൂടിക്കഴിഞ്ഞാലും ടെമ്പറേച്ചർ കൂട്ടിയാലും വോള്യൂം കൂടും, ടെമ്പറേച്ചർ കുറച്ചാലും വോള്യൂം കൂടും. ഒരു തവണ എയിംസിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞുതരാം. എയിംസിന് ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബീക്കറിൽ ഫുൾ ആയിട്ട് വെള്ളമുണ്ട്, ആ വെള്ളം 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ആ വെള്ളത്തെ 2 ബീക്കർ ഉണ്ട്. 2 ബീക്കറിൽ ഫുൾ ആയിട്ട് എന്തുണ്ട് മക്കളെ, വെള്ളമുണ്ട്. ആ വെള്ളം എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്, 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഒരു ബീക്കർ നമ്മൾ ചൂടാക്കുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഒരു ബീക്കർ നമ്മൾ തണുപ്പിക്കുന്നു, കൂളാക്കുന്നു. ഏത് ബീക്കറിൽ നിന്നാ വെള്ളം പുറത്തു പോവാ കേട്ടോ. അപ്പൊ അവർക്കൊക്കെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ, 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം വോള്യാണ്. 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം വോള്യാണ്. തണുപ്പിച്ചാലും വോള്യൂം എക്സ്പാൻഡ് ചെയ്യും, ചൂടാക്കിയാലും വോള്യൂം എക്സ്പാൻഡ് ചെയ്യും. ശ്രദ്ധിച്ചാ, അതായത് 4 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം വോള്യാണ്. തണുപ്പിച്ചാലും വോള്യൂം കൂടും, ചൂടാക്കിയാലും വോള്യൂം എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ചൂടാക്കി കഴിഞ്ഞാൽ വോള്യൂം എക്സ്പാൻഡ് ചെയ്യും, വെള്ളം ഓവർഫ്ലോ ചെയ്യും. വോള്യൂം കൂടിയിട്ട് വെള്ളം പുറത്തു പോകും. തണുപ്പിച്ചാലും വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഓവർഫ്ലോ ചെയ്യും. അപ്പൊ 2 ബീക്കറിൽ നിന്നും വെള്ളം ഓവർഫ്ലോ ചെയ്യും. അതാണ് 4 ഡിഗ്രി. 4 ഡിഗ്രിയാണ് ഏറ്റവും മിനിമം. 4-ൽ നിന്ന് തണുപ്പിച്ചാലും വോള്യൂം കൂടും, ഓവർഫ്ലോ നടക്കും. 4-ൽ നിന്ന് ചൂടാക്കിയാലും വോള്യൂം കൂടും, ഓവർഫ്ലോ നടക്കും. ഇതാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അപ്പൊ 4 ഡിഗ്രിയിലാണ് അവരുടെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള എന്ത് കാണാൻ പറ്റുന്നത് മക്കളെ, ഡെൻസിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും മിനിമം വോള്യൂം കാണാൻ പറ്റുന്നത് ഏത് ഡിഗ്രിയിലാണ് മക്കളെ, 4 ഡിഗ്രിയിലാണ്. യെസ്, നോട്ട് ചെയ്തോളൂ മക്കളെ.
മക്കളെ അടുത്ത ഒരു ചെറിയൊരു ഭാഗം എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡിന്റെ എക്സ്പാൻഷൻ. ഇതിനെന്തിനാണ് ഇത്രയും മാത്രം പ്രത്യേകത സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ ഫ്ലൂയിഡ് എപ്പോഴും ഒരു പാത്രത്തിലായിരിക്കുക. അതാണ് ഏറ്റവും വലിയ അതിന്റെ ഏറ്റവും വലിയ കീ റോൾ. അപ്പൊ ഒരു പാത്രം, ഒരു ബീക്കറിലാണ് സാധാരണ ഫ്ലൂയിഡ് ഇരിക്കുക. അപ്പൊ ഞാനൊരു ബീക്കർ എടുത്തു, എന്നിട്ട് അതിലൊരു ഫ്ലൂയിഡ് ഫിൽ ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാൻ അതിനെ ഹീറ്റ് ചെയ്യുന്നു. ഡെൽറ്റ ടി ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വരും. മക്കളെ ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഞാൻ അവിടെ കൂട്ടി. അപ്പൊ ഒരു പ്രത്യേകതയുണ്ട്, ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കൂടി. കാരണം അതിനുള്ളിലിരിക്കുന്ന പാത്രത്തിനുള്ളിലിരിക്കുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടി എന്ന് വിചാരിക്കുക. ഓക്കെ, ശരി, സംഭവിച്ചു. ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കൂടി, പാത്രത്തിന്റെ ടെമ്പറേച്ചറും കൂടി. അതാണ് ഈ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിക്കേണ്ട വരുന്നത്. കാരണം ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ മാത്രമല്ല കൂടുക, ഫ്ലൂയിഡിന്റെ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കൂടി. ഫ്ലൂയിഡ് മാത്രമല്ല വികസിക്കുക, ഫ്ലൂയിഡിന് ഇരിക്കാൻ പാത്രം വേണം. ആ പാത്രം കൂടി എന്ത് ചെയ്യും മക്കളെ? വികസിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചൂടാക്കാന്ന് വിചാരിക്കുക. അപ്പൊ പാത്രം വെള്ളം മാത്രമാണോ ചൂടാവുക? അല്ലല്ലോ മക്കളെ, അല്ല, പാത്രവും ചൂടാവും. അപ്പൊ പാത്രത്തിനും എക്സ്പാൻഷൻ നടക്കും, വെള്ളത്തിനും എക്സ്പാൻഷൻ നടക്കും. ഇപ്പൊ രണ്ടു പേർക്കും എക്സ്പാൻഷൻ നടക്കും, പാത്രത്തിനും വെള്ളത്തിനും എക്സ്പാൻഷൻ നടക്കണ കാരണം കുറച്ച് ചിന്തിക്കാനുണ്ട് ഈ പ്രോബ്ലം വരുമ്പോൾ കേട്ടോ. അപ്പൊ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് വരുമ്പോൾ കുറച്ച് ചിന്തിക്കാനുണ്ട്. കാരണം ഫ്ലൂയിഡിന്റെ എക്സ്പാൻഷൻ നടക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ കണ്ടെയ്നറിന്റെ വെസലിന്റെ എക്സ്പാൻഷൻ കൂടി നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്റെ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തു. ഓക്കെ, വെള്ളം എടുത്തിട്ട് ഞാൻ ചൂടാക്കി എന്ന് വിചാരിക്കുക. മക്കളെ ചൂടാക്കുമ്പോ എന്റെ കയ്യിലുള്ള വെള്ളം, ഞാൻ ശ്രദ്ധിക്കട്ടോ, സിമ്പിൾ ആയിട്ടൊക്കെ എന്റെ കയ്യിലുള്ള വെള്ളം 100 വോള്യം ഇൻക്രീസ് ചെയ്തു. 100 ഇൻക്രീസ് ചെയ്തു. വോള്യം എന്ന് പറയുമ്പോൾ ഞാൻ പറയണ ഒരു നമ്പർ പറയണം, ഞാനൊരു യൂണിറ്റ് ഒന്നും പറയുന്നില്ല. വെള്ളം എന്ത് ചെയ്തു? ഫ്ലൂയിഡ് എത്ര ഇൻക്രീസ് ചെയ്തു? ഫ്ലൂയിഡിന്റെ വോള്യം 100 കൂടി. അതേസമയം ആ പാത്രത്തിന്റെ വോള്യം 50 കൂടി. ആ പാത്രത്തിന്റെ വോള്യം, കണ്ടെയ്നറിന്റെ വോള്യം 50 ഇൻക്രീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, വെള്ളം മാത്രം നമ്മൾ എടുക്കുമ്പോൾ വെള്ളത്തിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഇൻക്രീസ് 100 ആണ്, അല്ലെ? 100 ആണ് ഇൻക്രീസ്. പക്ഷെ പാത്രത്തിന് എന്ത് വന്നിട്ടുണ്ട് മക്കളെ? ഒരു 50 ഇൻക്രീസ് വന്നിട്ടുണ്ട്, അല്ലെ? പാത്രത്തിന് ഒരു 50 ഇൻക്രീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ പാത്രം വലുതാവുമ്പോ എന്താ സംഭവിക്കാന്ന് അറിയോ മക്കളെ? ശ്രദ്ധിച്ചേക്കട്ടാ, പാത്രം വലുതാവുമ്പോ എന്താ സംഭവിക്കുക? നമ്മൾ കുറച്ചുകൂടി വലിയ പാത്രമായി എന്താ സംഭവിക്കുക? വെള്ളത്തിന്റെ ലെവല് താഴല്ലേ ചെയ്യുക, അല്ലെ? ഇപ്പൊ നമ്മളൊരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, അതേ ഗ്ലാസ് വെള്ളം നമ്മളൊരു കലത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ലെവൽ എന്താ ചെയ്യുക മക്കളെ? ഗ്ലാസ്സിലുള്ള വാട്ടർ ലെവൽ തന്നെയാണോ മറ്റേ കലത്തിലുണ്ടാവുക? അല്ലല്ലോ. അവർ ചെറിയ ഗ്ലാസ് വെള്ളം എടുത്തു, അതിന് നമ്മളൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു. ഗ്ലാസ്സിൽ കുറെ ഹൈറ്റ് ഉണ്ടായിരുന്നു, വെള്ളത്തിന്റെ ഒരു ഹൈറ്റ് കുറച്ചുണ്ടായിരുന്നു, വെള്ളത്തിന്റെ കോളത്തിന്റെ ഹൈറ്റ് കുറെ ഉണ്ടായിരുന്നു. അതേ ഹൈറ്റ് അവിടെ കിട്ടുമോ മക്കളെ? എവിടെ കിട്ടും? ബക്കറ്റിൽ കിട്ടും? ഇല്ല. പാത്രം വലുതാവുമ്പോ കുറയാണ് ചെയ്യുക, വാട്ടറിന്റെ ലെവൽ എന്താ ചെയ്യുക മക്കളെ? കുറയാണ് ചെയ്യുക. യൂസ് യുവർ കോമൺ സെൻസ്. അപ്പൊ ഇവിടെ ഫ്ലൂയിഡ് എത്ര ഇൻക്രീസ് ചെയ്തു മക്കളെ? 100 ഇൻക്രീസ് ചെയ്തു. ഫ്ലൂയിഡ് 100 ഇൻക്രീസ് ചെയ്തു. പക്ഷെ അതേസമയം പാത്രം 50 ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്ത 100 കാരണം കൊണ്ട് ഇത് 100 ലെവല് ഉയരേണ്ടതാണ്. 100ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവല് ഉയരേണ്ടതാണ്. കാരണം ഫ്ലൂയിഡ് 100 കൂടിയതാണ്. അപ്പൊ ഫ്ലൂയിഡ് 100 കൂടിയ കാരണം കൊണ്ട് ഫ്ലൂയിഡിന്റെ ലെവല് 100 കൂടുന്നതാണ്. 100 ലെവലിലേക്ക് എന്ത് ചെയ്യുന്നതാണ്? ഈ വാട്ടറിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതാണ്. പക്ഷെ അതേസമയം നമ്മുടെ കണ്ടെയ്നർ 50 കൂടിയ കാരണം കൊണ്ട് എന്ത് സംഭവിക്കും മക്കളെ? ആക്ച്വലി 100 ഫ്ലൂയിഡ് കൂടിയെങ്കിലും അതിന്റെ 50 കണ്ടെയ്നർ കൂടിയാറുണ്ട്. ഈ 50ന്റെ താഴ്ച ഉണ്ടാവും. അപ്പൊ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് എത്ര ഫീൽ ചെയ്യുക? ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന എത്ര മക്കളെ? 50ന്റെ റൈസാ ഫീൽ ചെയ്യണോ? ആക്ച്വലി ഫ്ലൂയിഡ് 100 കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോ. ആക്ച്വലി ഫ്ലൂയിഡ് 100 ലെവല് ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. അപ്പൊ വാട്ടറിന്റെ ലെവല് 100 കൂടേണ്ടതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? പാത്രം 50 ഇൻക്രീസ് ചെയ്തു. പാത്രം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. അപ്പൊ വെള്ളത്തിന്റെ 100 ലെവൽ കൂടി, പക്ഷെ പാത്രത്തിന്റെ 50 എന്ത് വരുന്നുണ്ട്? ഡിക്രീസ് കാണും, അല്ലെ? ലെവല് ഡിക്രീസ് ചെയ്യും. പാത്രം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലെവൽ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. അപ്പൊ പാത്രം 50 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ ലെവല് 50 കുറയും. അപ്പൊ 100 കൂടി നിൽക്കേണ്ടതായിരുന്നു, പക്ഷെ പാത്രത്തിന്റെ 50 കുറയുന്ന കാരണം നമുക്ക് തോന്നുന്ന ഇൻക്രീസ് എത്രയാണ് മക്കളെ? നമുക്ക് തോന്നുന്ന ഇൻക്രീസ് എത്രയാണ്? 50. ക്ലിയർ ആയോ? നമുക്ക് തോന്നുന്ന ഇൻക്രീസ് എത്ര? 50. പക്ഷെ ആക്ച്വലി എത്ര നടന്നിട്ടുണ്ട് മക്കളെ? 100 നടന്നിട്ടുണ്ട്, അല്ലെ? 100 ആണ് ഇൻക്രീസ് ഉണ്ടായത് ഫ്ലൂയിഡ്. പക്ഷെ പാത്രം ഇൻക്രീസ് 50 ഉണ്ടായതുകൊണ്ട് 50 നമുക്ക് കാണാൻ കഴിയുന്നില്ല.
ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ പാത്രത്തിന്റെ 50 വരുമ്പോ ലെവൽ കുറയാ ചെയ്യാം. അപ്പൊ ലെവൽ 50 കുറയും. അപ്പൊ ലെവൽ ആക്ച്വലി എത്ര കൂടുണ്ടായിരുന്നു? 100ക്ക് വെച്ച് കൂടുണ്ടായിരുന്നു. പക്ഷെ പാത്രം 50 എക്സ്പാൻഡ് ചെയ്തപ്പോ 50 ലെവൽ കുറയും. അപ്പൊ 100 കൂടിയിൽ നിന്ന് 50 കുറയുമ്പോ നമുക്ക് എന്താ ഫീൽ ചെയ്യാ? 50ന്റെ നെറ്റ് ഇൻക്രീസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഫീൽ ചെയ്യാം. നമുക്ക് ഫീൽ ചെയ്യുന്ന എക്സ്പാൻഷനാണ് നമ്മൾ അപ്പാരന്റ് എക്സ്പാൻഷൻ എന്ന് വിളിക്കാം. കേട്ടാ? അപ്പൊ ഇവിടുത്തെ റിയൽ എക്സ്പാൻഷൻ എത്രയാ? വാട്ട് ഈസ് റിയൽ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ്? പറഞ്ഞ മക്കളെ, ഞാൻ ഈ നമ്പർ വെച്ച് തന്നെ പറഞ്ഞു. റിയൽ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് 100 ആണ്. ശരിക്കും ഫ്ലൂയിഡ് എത്ര കൂടി? 100 കൂടി. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് വെസൽ? എക്സ്പാൻഷൻ ഓഫ് പാത്രം എത്ര മക്കളെ? 50. അപ്പോ ശരിക്കും ഫ്ലൂയിഡ് 100 കൂടി, പക്ഷെ പാത്രത്തിന്റെ 50 ഇൻക്രീസ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് തോന്നുന്ന എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് അപ്പാരന്റ് എക്സ്പാൻഷൻ. ശ്രദ്ധിക്കട്ടാ മക്കളെ, അപ്പാരന്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 50. നമുക്ക് ഫീൽ ചെയ്യുന്ന എത്ര മാത്രമല്ലോ? 50 മാത്രമല്ലോ. അതെങ്ങനെ കിട്ടിയ മക്കളെ? റിയൽ മൈനസ് എക്സ്പാൻഷൻ ഓഫ് വെസൽ. സോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ 50 100 എന്നുള്ള എക്സാമ്പിളിൽ നിന്ന് നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുന്നു. അപ്പാരന്റ് എക്സ്പാൻഷൻ ഷോൺ ബൈ എ ലിക്വിഡ്. അപ്പാരന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കേട്ടോ. നമുക്ക് ഫീൽ ചെയ്യുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മക്കളെ റിയൽ എക്സ്പാൻഷൻ മൈനസ് റിയൽ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് മൈനസ് എക്സ്പാൻഷൻ ഓഫ് വെസൽ. റിയൽ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് മൈനസ് എക്സ്പാൻഷൻ ഓഫ് വെസൽ. ക്ലിയർ ആയോ? അപ്പൊ അപ്പാരന്റ് എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് ഫീൽ ചെയ്യുന്ന എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് മൈനസ് എക്സ്പാൻഷൻ ഓഫ് വെസൽ. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? ഇത് വളരെ വൃത്തിക്ക് എഴുതുന്നു. അപ്പോ എന്തുകൊണ്ടാണ് എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണേ? ആ ഫ്ലൂയിഡ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലൂയിഡ് മാത്രമല്ല അതിരിക്കുന്ന ആ പാത്രം കൂടി എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? പാത്രം കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. കേട്ടാ? അപ്പൊ അപ്പാരന്റ് എക്സ്പാൻഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്, കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു റിയൽ എക്സ്പാൻഷൻ മൈനസ് എക്സ്പാൻഷൻ ഓഫ് വെസൽ. റിയൽ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് മൈനസ് എക്സ്പാൻഷൻ ഓഫ് വെസൽ. ഒക്കെ നോക്കാം. സോ അപ്പാരന്റ് എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു മക്കളെ നോക്കൂട്ടാ. അപ്പാരന്റ് എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു റിയൽ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് ഗാമ വി ഡെൽറ്റ ടി. മക്കളെ ഫ്ലൂയിഡിന്റെ വോളിയാണ് കേട്ടാ, വോളിയാണ് നമ്മൾ എടുക്കുക. ഗാമ വി ഡെൽറ്റ ടി അതാണ് റിയൽ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ് മൈനസ് അപ്പാരന്റ് എക്സ്പാൻഷൻ ഓഫ് വെസൽ. വെസലിന്റെ വോളിയം എക്സ്പാൻഷൻ ആണ് എടുക്കുക. പക്ഷെ സാധാരണ നമ്മൾക്ക് വെസലിന് വോളിയത്തിന് പകരം ആൽഫയാണ് തരാറ്. വോളിയം എക്സ്പാൻഷന് പകരം കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ പകരം ലീനിയർ എക്സ്പാൻഷൻ തന്നു കഴിഞ്ഞാൽ മക്കളെ ഇതേ സാധനം തന്നെ 3 ആൽഫ വി ഡെൽറ്റ ടി. മാറ്റങ്ങളൊന്നുമില്ല മക്കളെ. ഫ്ലൂയിഡിന് എന്ത് തന്നു? ക്യൂബിക്കൽ എക്സ്പാൻഷന്റെ ഇത് തന്നു, കോഎഫിഷ്യന്റ് തന്നു. വെസല് സോളിഡ് ആയ കാരണം സാധാരണ ആൽഫ തരിക. പക്ഷെ നമുക്കറിയാം ആൽഫ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് 3 ടൈംസ് ഓഫ് ആൽഫ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ക്യൂബിക്കൽ കിട്ടും ഇൻറ്റു വി ഡെൽറ്റ ടി. സെയിം സാധനം തന്നെ. അപ്പൊ എക്സ്പാൻഷൻ കേട്ടോ. അപ്പൊ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഗാമ ഓഫ് ഫ്ലൂയിഡ് അല്ലെ, ഗാമ ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ഡെൽറ്റ ടി മൈനസ് എക്സ്പാൻഷൻ ഓഫ് വെസൽ എന്ന് പറയുമ്പോൾ അവിടെയും വോളിയത്തിന്റെ എക്സ്പാൻഷൻ തന്നെയാണ് ഉദ്ദേശിക്കണേ. പക്ഷെ ആൽഫയിലാ തന്നിരിക്കണേ. യൂസ് യുവർ കോമൺ സെൻസ് കേട്ടോ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പാൻഷൻ ഓഫ് വോളിയം തന്നെയാണ്. പക്ഷെ വെസലിന്റെ സാധാരണ രീതിയിൽ നമുക്ക് തരുന്നത് ലീനിയർ എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പൊ ലീനിയർ എക്സ്പാൻഷൻ ആൽഫ തന്നു കഴിഞ്ഞാൽ 3 ഇൻറ്റു ആൽഫ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ക്യൂബിക്കൽ കിട്ടി. ക്യൂബിക്കൽ വി ഡെൽറ്റ ടി. ഇസ് ദാറ്റ് ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? വി ഡെൽറ്റ ടി കോമൺ ആയി എടുത്തിട്ട് ഗാമ ഓഫ് ഫ്ലൂയിഡ് മൈനസ് 3 ആൽഫ എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് ദ അപ്പാരന്റ് എക്സ്പാൻഷൻ. സോ ദിസ് ഈസ് ദ അപ്പാരന്റ് എക്സ്പാൻഷൻ. ക്ലിയർ ആയില്ലേ മക്കളെ? യെസ്, ഇതാണ് അപ്പാരന്റ് എക്സ്പാൻഷന്റെ ഇക്വേഷൻ. യെസ്, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഫ്ലൂയിഡിന്റെ എക്സ്പാൻഷൻ 100, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഫ്ലൂയിഡിന്റെ എക്സ്പാൻഷൻ 100, വെസലിന്റെ 50. അപ്പാരന്റ് എത്രയാണ് മക്കളെ? അപ്പാരന്റ് 50 ആണ് അല്ലെ. റിയല് 100 ആണ്, വെസൽ 50. അപ്പൊ 100 ലെവൽ കൂടേണ്ടതാണ്. പക്ഷെ വെസൽ 50 ഇൻക്രീസ് ചെയ്തുകൊണ്ട് 50 ലെവൽ കുറയും. അപ്പൊ 100 കൂടുന്നു, അതിന് പകരം 50 കുറയുന്നു. അപ്പൊ നമുക്ക് നെറ്റ് ആയിട്ട് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? 50ന്റെ ഇൻക്രീസ് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി ഫ്ലൂയിഡിന്റെ 100 ആണെന്ന് വിചാരിക്കുക, വെസലിന്റെ 100 ആണെന്ന് വിചാരിക്കുക. രണ്ടുപേരുടെയും എക്സ്പാൻഷൻ റേറ്റ് സെയിം ആണെന്ന് വിചാരിക്കുക.
രണ്ടുപേരുടെ എക്സ്പാൻഷൻ റേറ്റ് സെയിം ആണ്. അപ്പൊ അപ്പാരന്റ് കാണാൻ പറ്റുമോ മക്കളെ? യൂസ് യുവർ കോമൺ സെൻസ്. അപ്പൊ ഫ്ലൂയിഡ് 100 കൂടുന്നു, അപ്പൊ 100 ലെവൽ കൂടേണ്ടതാണ്. പക്ഷെ വെസൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? 100 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ കൂടിയതൊക്കെ എന്ത് സംഭവിക്കും? കുറയും. അപ്പാരന്റ് എന്ത് വരും മക്കളെ? 0 വരും. അപ്പൊ അപ്പാരന്റ് എപ്പോഴാണ് 0 വരിക? അപ്പാരന്റ് എക്സ്പാൻഷൻ എപ്പോഴാണ് 0 വരിക? ഫ്ലൂയിഡിന്റെ എക്സ്പാൻഷനും ആരുടെ എക്സ്പാൻഷനും മക്കളെ? വെസലിന്റെ എക്സ്പാൻഷനും ഈക്വൽ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങൾ രണ്ട് ഈക്വൽ ആയി നോക്കി നോക്കിയേ. ഫ്ലൂയിഡിന്റെ ക്യൂബിക്കൽ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷനും ഫ്ലൂയിഡിന്റെയും മറ്റേ 3 ആൽഫ വെസലിന്റെ ക്യൂബിക്കൽ എക്സ്പാൻഷൻ ആയ 3 ആൽഫയും ഈക്വൽ ആയാൽ മക്കളെ ഗാമ ഈക്വൽ ടു 3 ആൽഫ വന്നാൽ നിങ്ങൾ നോക്ക്, ഗാമയും 3 ആൽഫ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഗാമ മൈനസ് 3 ആൽഫ 0 വരും. ഇത് 0 വന്നു കഴിഞ്ഞാൽ മക്കളെ ഇതൊക്കെ 0 വരും. സോ അപ്പാരന്റ് എക്സ്പാൻഷൻ 0 വരും. വാട്ടർ ലെവൽ റിമെയിൻസ് ദ സെയിം. വാട്ടർ ലെവൽ സെയിം ആയിട്ട് നിലനിൽക്കും. ക്ലിയർ ആയോ മക്കളെ? ഇഫ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ 3 ആൽഫ, നിങ്ങൾ പറഞ്ഞേ ഫ്ലൂയിഡിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് മറ്റേ സോളിഡിനേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം മക്കളെ? ഫ്ലൂയിഡിന്റെ ഇൻക്രീസ് സോളിഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് 100 സോളിഡ് 50 വെസൽ 50. അപ്പൊ ഗാമ ഇസ് ഗ്രേറ്റർ ദാൻ 3 ആൽഫ എന്ന് പറഞ്ഞാൽ അർത്ഥം മക്കളെ? ഗാമ ഫ്ലൂയിഡിന്റെ ആണ്. ഫ്ലൂയിഡിന്റെ എക്സ്പാൻഷൻ കൂടുതലാണ് വെസലിനേക്കാൾ. ഫ്ലൂയിഡിന്റെ എക്സ്പാൻഷൻ 100 ആണെന്ന് വിചാരിക്കാം, വെസലിന്റെ 50. നിങ്ങൾ എക്സാമ്പിൾ തപ്പിപ്പൊക്കോ. ഫ്ലൂയിഡിന്റെ എക്സ്പാൻഷൻ 100 ആണെന്ന് വിചാരിക്കാം, വെസലിന്റെ 50 ആണ്. അപ്പൊ 100 കൂടുന്നു, 50 കുറയുന്നു. എന്നാലും ഒരു നെറ്റ് ഇഫക്ട് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? 50 ഇൻക്രീസ് അല്ല കാണിക്കാം. അതായത് വാട്ടർ ലെവൽ എന്ത് ചെയ്യും മക്കളെ? വാട്ടർ ലെവൽ ഇൻക്രീസസ്. അപ്പോ ഒരു പാത്രത്തിന്റെ എക്സ്പാൻഷനേക്കാൾ ഒരു പാത്രത്തിന്റെ മറ്റേ ക്യൂബിക്കൽ എക്സ്പാൻഷനേക്കാൾ കൂടുതലാണ് ആ പാത്രത്തിലുള്ള വെള്ളത്തിന്റെ ക്യൂബിക്കൽ എക്സ്പാൻഷൻ എങ്കിൽ വാട്ടർ ലെവൽ ഇൻക്രീസസ്. പാത്രത്തിന്റെ ക്യൂബിക്കൽ എക്സ്പാൻഷനും ഫ്ലൂയിഡിന്റെ ക്യൂബിക്കൽ എക്സ്പാൻഷന്റെ വാല്യൂസ് സെയിം ആണെങ്കിൽ വാട്ടർ ലെവൽ റിമെയിൻസ് സെയിം. ഇനിയിപ്പോ തിരിച്ചാണെങ്കിൽ മക്കളെ ആർ ഈസ് ലെസ് ദാൻ 3 ആൽഫ എന്ന് പറഞ്ഞ അർത്ഥം പാത്രത്തിന്റെ ക്യൂബിക്കൽ എക്സ്പാൻഷൻ ആണ് വെള്ളത്തിന്റെ ക്യൂബിക്കൽ എക്സ്പാൻഷനേക്കാൾ കൂടുതലെങ്കിൽ, പാത്രത്തിന്റെ എക്സ്പാൻഷൻ ആണ് കൂടുതലെങ്കിൽ വാട്ടർ ലെവൽ എവിടേക്ക് പോകും? വാട്ടർ ലെവൽ ഡിക്രീസസ്. യെസ്, ഇതാണ് നിങ്ങൾ ഫ്ലൂയിഡിന്റെ എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കുന്നത്. സോ നമുക്ക് കാണുന്ന എക്സ്പാൻഷൻ ആണ് അപ്പാരന്റ് എക്സ്പാൻഷൻ. സോ അപ്പാരന്റ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ റിയൽ എക്സ്പാൻഷൻ മൈനസ് എക്സ്പാൻഷൻ ഓഫ് വെസൽ. റിയൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വോളിയം. അതാണ് ഗാമ എഫ് ഇൻടു വി ഡെൽറ്റ ടി മൈനസ് എക്സ്പാൻഷൻ ഓഫ് വെസൽ എന്ന് പറയുമ്പോൾ 3 ആൽഫ. അവിടെ നമ്മൾ ഗാമ സാധാരണ യൂസ് ചെയ്യാറില്ല, സോളിഡിന് നമുക്ക് ആൽഫയിലെ തരുമോ. അപ്പൊ നമ്മൾ അതിന് 3 ആൽഫ ചെയ്തിട്ട് ക്യൂബിക്കൽ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റിലേക്ക് എത്തിച്ചിട്ട് വി ഡെൽറ്റ ടി ചെയ്തു. അങ്ങനെ വി ഡെൽറ്റ ടി കോമൺ എടുത്തു, ഗാമ എഫ് മൈനസ് 3 ആൽഫ. ഇത് രണ്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ അപ്പാരന്റ് എക്സ്പാൻഷൻ ഇല്ല, വാട്ടർ ലെവൽ റിമെയിൻസ് സെയിം. ഇത് രണ്ട് ഈക്വൽ ആയാൽ ഇനി ഗാമയാണ് കൂടുതലെങ്കിൽ എന്താ അർത്ഥം മക്കളെ? ഫ്ലൂയിഡ് ആണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. പാത്രത്തെക്കാൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണെങ്കിൽ വാട്ടർ ലെവൽ കൂടും. ഇനി ഇപ്പൊ 3 ആൽഫയാണ് കൂടുതലെങ്കിൽ പാത്രമാണ് ഫ്ലൂയിഡിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ വാട്ടർ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? കുറയും. യെസ്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ.